ഹരേ കൃഷ്ണ. ഹരഹരോ ഹരഹര. നാളെ ഷഷ്ടി, 6-ാം ദിവസം, സ്കന്ദഷഷ്ടി. ഇത്രയും ദിവസം എല്ലാവരും ബാക്കി വ്രതകഥകളൊക്കെ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഭക്തിയോടും നിഷ്ഠയോടും സ്നേഹത്തോടും കൂടി മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരിക്കലും അവരുടെ ആഗ്രഹങ്ങളൊന്നും സഫലമാവാതിരിക്കില്ല. ഭഗവാൻ അത്ര കരുണാമയനാണ്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ. ശൂര പത്മാസുരനും ഭഗവാനുമായിട്ടുള്ള യുദ്ധമാണ് ഇന്ന് ഈ വർണ്ണിക്കുന്നത്. മുരുക ഭഗവാൻ അസുരപ്പടയുടെ നേരെ തൻ്റെ ചക്രായുധം പ്രയോഗിച്ചു. ലക്ഷക്കണക്കിന് അസുരന്മാരെ കൊന്നൊടുക്കിയിട്ട് ചക്രായുധം തിരിച്ച് ഭഗവാനെ വണങ്ങി ഭഗവാന്റെ അടുത്ത് തന്നെ തിരിച്ചു വന്ന്. അപ്പൊ അസുര ചക്രവർത്തിക്ക് ആശ്ചര്യം, ഒരു ചക്രം ബാലനെ വണങ്ങുന്നു. അപ്പൊ ദേഷ്യം വന്നിട്ട് ശൂരപത്മൻ എന്ത് ചെയ്തു? ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു. ആ അസ്ത്രത്തിന് ഭഗവാന്റെ വേല് വായും പിളർത്തി ആ അസ്ത്രത്തിനെ അങ്ങ് അകത്താക്കി. പിന്നെ അയച്ച വൈഷ്ണവാസ്ത്രത്തിന്റെയും ഗതി അത് തന്നെ. ശൂരപത്മാസുരന് ദേഷ്യം വന്നിട്ട് പാശുപതാസ്ത്രം അയച്ചു. ആ അസ്ത്രം ഭഗവാന്റെ നേരെ വരുന്നത് കണ്ടിട്ട് ഭഗവാൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് കൈ നീട്ടി ആ ബാണത്തിനെ അങ്ങ് പിടിച്ചെടുത്തു. പാശുപതാസ്ത്രത്തെ പരാജയപ്പെടുത്താൻ പരമേശ്വരന്റെ ശക്തിക്ക് മാത്രമേ കഴിയുള്ളൂ. ബാലൻ നിസ്സാരക്കാരനല്ല എന്ന് ഇത് കണ്ടതോടുകൂടി ശൂരപത്മാസുരന് മനസ്സിലായി. അപ്പോഴേക്കും മുരുക ഭഗവാൻ പറഞ്ഞു, ദേവേന്ദ്രന്റെ പുത്രനെയും ദേവന്മാരെയും വിട്ടയച്ച് നിന്റെ ധിക്കാരം അവസാനിപ്പിക്കൂ. വീണ്ടും ഏറ്റുമുട്ടാൻ തന്നെയാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്റെ സഹോദരനായ താരകനെ വധിച്ച പോലെ നിന്നെയും നിഗ്രഹിക്കാൻ മടി കാണിക്കില്ല. അതിന് ശൂരപത്മൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഒരു ബാലനോട് തോറ്റതിൻ്റെ ഒരു ജാള്യതയിൽ, ഒരു അപമാനത്തിൽ അസുരൻ വീണ്ടും ശക്തി സംഭരിച്ചിട്ട് പിന്നീട് യുദ്ധം ചെയ്യാമെന്ന് കരുതിയിട്ട് തൻ്റെ മായാപ്രയോഗത്തിൽ പടക്കളത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പോയി. അപ്പോൾ അസുര രാജാവ് പേടിച്ച് തിരിച്ചു പോയത് കണ്ടപ്പോൾ ഭൂതഗണങ്ങൾ ആർത്ത് വിളിച്ച് ജയാരവം മുഴക്കി ആനന്ദ നൃത്തം ചെയ്തു. ത്രിമൂർത്തികളും ദേവന്മാരും എല്ലാം മുരുക ഭഗവാനെ സ്തുതിച്ചു. 108 വീരന്മാരും ഭൂതഗണങ്ങളും എല്ലാവരും ആനന്ദ നൃത്തം ചവിട്ടി. പടക്കളത്തിൽ നിന്ന് തോറ്റു മടങ്ങിയ ശൂരപത്മൻ ആകെ അസ്വസ്ഥനായിരുന്നു. അപ്പൊ താൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ തോറ്റതറിഞ്ഞിട്ട് ഭാനുഗോപനും വിഷമം തോന്നും. അപ്പൊ ഭാനുഗോപൻ അച്ഛനെ കാണാൻ ചെല്ലും. രണ്ടുപേരും കൂടെ സംസാരിച്ചതിന് ശേഷം എന്തായാലും യുദ്ധം തുടരുക തന്നെ വേണമെന്ന് അവർ തീരുമാനിക്കും. അപ്പൊ ഭാനുഗോപൻ തൻ്റെ മുത്തശ്ശിയായ മായേനെ ധ്യാനിച്ച് യുദ്ധവിജയത്തിനായിട്ട് പ്രാർത്ഥിച്ചു. അപ്പൊ അസുര മുത്തശ്ശി പ്രത്യക്ഷപ്പെട്ടിട്ട് പോരാട്ടത്തിന് നിൽക്കുന്ന ഭാനുഗോപന് ഒരു ദിവ്യാസ്ത്രം നൽകി. അത് യുദ്ധത്തിൽ വിജയം കൈവരിക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭാനുഗോപനും വീരബാഹുവും തമ്മിൽ ഘോരമായ യുദ്ധം. അസുരൻ വ്യാവ്യാസ്ത്രം പ്രയോഗിക്കുമ്പോൾ വീരബാഹു നാഗാസ്ത്രം പ്രയോഗിക്കുമ്പോൾ അസുരൻ ഗരുഡാസ്ത്രം പ്രയോഗിക്കുമ്പോൾ വീരബാഹു വൃഷഭാസ്ത്രവും ഗരുഡാസ്ത്രവും എല്ലാം പരാജയപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? ഭാനുഗോപൻ പാശുപതാസ്ത്രം അയച്ചു. അപ്പൊ ആ അസ്ത്രത്തിനെ നേരിടാൻ മറ്റൊരു അസ്ത്രത്തിനും കഴിയില്ല. അപ്പോൾ പരമശിവനെ ധ്യാനിച്ചുകൊണ്ട് വീരബാഹുവും പാശുപതാസ്ത്രം തന്നെ പ്രയോഗിച്ചു. അങ്ങനെ അവസാനം ആ 2 അസ്ത്രങ്ങളും എന്താ പറയാ, ലോകത്തിനെ തമ്മിൽ ഏറ്റുമുട്ടിയാൽ ലോകനാശം തന്നെ ഉള്ളതുകൊണ്ട് ദേവകളെല്ലാം ഭഗവാനെ പ്രാർത്ഥിച്ചു. അങ്ങനെ അസ്ത്രങ്ങൾ പ്രയോഗിച്ചവരുടെ ആവനാഴി തന്നെ തിരിച്ചുപോയി. അപ്പൊ ഈ യുദ്ധത്തിൽ ജയിക്കാൻ അത്ര എളുപ്പമല്ല. വീരബാഹു വളരെ വളരെ അധികം ശക്തിശാലിയാണ്, പ്രതാപശാലിയാണെന്ന് മനസ്സിലാക്കിയ ഭാനുഗോപൻ എന്ത് ചെയ്തു? ഒരു മായാപ്രയോഗത്തില് മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് മറഞ്ഞ് ആകാശത്ത് ഒളിച്ചു നിന്നിട്ട് ഭാനുഗോപൻ എന്ത് ചെയ്തു? മായാമുത്തശ്ശി കൊടുത്ത മായാസ്ത്രം പ്രയോഗിച്ച് എല്ലാ ഭൂതഗണങ്ങളെയും
അവരൊരു മോഹാലസ്യപ്പെട്ട് ഒരു മോഹനിദ്രയിൽ അമർന്നു പോയി. ഈ അസ്ത്രത്തിന് അവരുടെ ജീവൻ എടുക്കാൻ കഴിയില്ല, പക്ഷെ എല്ലാവരും മോഹാലാസ്യപ്പെട്ട് വീണു. ആ മോഹാലസ്യപ്പെട്ട് വീണ് കിടന്ന അവരെ എല്ലാം നാഗപാശത്തിൽ വരിഞ്ഞു കെട്ടി ഈ ഭാനുഗോപൻ സമുദ്രത്തിൽ ആഴ്ത്തി. എന്നിട്ട് എല്ലാവരെയും ഞാൻ തോൽപ്പിച്ചു എന്ന് കരുതി അച്ഛൻ്റെ അടുത്തേക്ക് തൻ്റെ വീരവാദവും മുഴക്കിക്കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോയി. ഭാനുഗോപൻ പറഞ്ഞത് കേട്ടിട്ട് അസുരരാജാവിന് ഒത്തിരി സന്തോഷമായി. തൻ്റെ പുത്രൻ്റെ കഴിവിൽ ഒത്തിരി അഭിമാനവും തോന്നും. അപ്പോൾ ഇനി മുരുക ഭഗവാനെയും ബാക്കി ദേവന്മാരെയെല്ലാം പിടിച്ചു കെട്ടി അടിമകളാക്കി കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹവും കൊടുക്കും. ഇതേ സമയം നാരദ മഹർഷി മുരുക ഭഗവാനോട് ഭൂതസൈന്യത്തിന് സംഭവിച്ച ഈ അപകടത്തിനെ കുറിച്ച് അറിയിക്കും. അവര് മായാസ്ത്രത്തിൽ ബന്ധനസ്ഥരാണ്, സമുദ്രത്തിനുള്ളിൽ ബന്ധനസ്ഥരാണെന്ന് അറിയിക്കും. ഇത് കേട്ടിട്ട് മുരുക ഭഗവാൻ തൻ്റെ ശക്തിവേല് കയ്യിലെടുത്ത് അതിന് ആജ്ഞ നൽകി. എൻ്റെ വീരസേനാനികളെ മായാസ്ത്രത്തിൽ നിന്ന് വിമുക്തരാക്കി കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ ശക്തിവേല് ഈ വീരസൈന്യാനികളെ തേടി പുറപ്പെട്ടു. കോടി സൂര്യ പ്രകാശത്തോടെയുള്ള വേലായുധം കണ്ട് സമുദ്രദേവത ഭയന്നു വിറച്ചിട്ട് പറഞ്ഞു, മായേനെ വെല്ലാൻ ശക്തിയില്ലാത്തത് കൊണ്ട് സംഭവിച്ചു പോയ ഒരു തെറ്റാണ്. എന്നിട്ട് ശക്തിവേല് സമുദ്രദേവതയ്ക്ക് മാപ്പ് കൊടുത്തിട്ട് ഈ വീരസേനാനികളെ മുഴുവൻ ആ മായ അസ്ത്രത്തിന്റെ ആ ഒരു അതിൻ്റെ മോഹലാസ്യത്തിൽ നിന്ന് ഉണർത്തുകയും ചെയ്തു. ഉണർന്നെഴുന്നേറ്റ വീരബാഹുവും മറ്റു ഭൂതഗണങ്ങളും തങ്ങളെ ചതിപ്രയോഗത്തിൽ കൊന്ന ഭാനുഗോപനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ കൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിലേക്ക് പോയിട്ട് ഇനി അസുര നഗരം ഒട്ടും അവശേഷിക്കരുതെന്ന് കരുതി ആഗ്നേയാസ്ത്രം തൊടുത്തു വിട്ട് അഗ്നി ആളി പടർന്ന് നിമിഷ നേരം കൊണ്ട് നഗരം വെന്തു വെണ്ണീറായി തീർന്നു. അപ്പോൾ ചാരന്മാർ ഈ വിവരങ്ങളെല്ലാം ശൂരപത്മനെ പോയി അറിയിച്ചു. ശൂരപത്മൻ കോപം കൊണ്ട് വിറച്ചിട്ട് മുരുക ഭഗവാനോടും സൈന്യത്തിനോട് ഏറ്റുമുട്ടാനായിട്ട് സൈന്യാധിപന്മാർക്ക് ആജ്ഞ നൽകി. ശൂരപത്മന്റെ ഈ ആഹ്വാനം കേട്ടിട്ട് മറ്റൊരു പുത്രനായ ഹിരണ്യൻ പിതാവിനോട് പറയും, അച്ഛാ, നമ്മളെ ദേവന്മാരെ വിമുക്തരാക്കി ശ്രീ മുരുകന്റെ കാൽക്കൽ അഭയം പ്രാപിക്കാം. ആ ബാലൻ നിസ്സാരക്കാരനല്ലെന്ന് നമ്മൾക്ക് മനസ്സിലായില്ലേ? കാരണം മായാവിയായ ക്രൗഞ്ചനെയും താരകാസുരനെയും ഒക്കെ നിഗ്രഹിച്ചിട്ടും നമ്മളത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾക്ക് കൂടുതൽ കൂടുതൽ ആപത്തുകളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി കാര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്ന്. പക്ഷെ ഹിരണ്യന്റെ ഈ വാക്കുകളൊന്നും ശൂരപത്മന് കൂടുതൽ കലി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതെന്താ? കാരണം നമ്മൾക്ക് എന്താ പറയാ, അഹങ്കാരം നമ്മളുടെ ബുദ്ധിഭ്രംശം സംഭവിക്കുകയാണ്. അഹങ്കാരം കാരണം ബുദ്ധിഭ്രംശം സംഭവിക്കുകയാണ്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയില്ല. അപ്പം ആരെന്ത് നല്ലത് പറഞ്ഞു കൊടുത്താലും അങ്ങോട്ട് തലയിലേക്ക് കയറില്ല, അവർക്കതൊന്നും അങ്ങോട്ട് മനസ്സിലാവില്ല. അപ്പോൾ സ്വന്തം കഴിവിലുള്ള അമിത വിശ്വാസവും അഹങ്കാരവും കാരണം തൻ്റെ മുന്നിലേക്ക് വരുന്ന ആപത്തുകളെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ശൂരപത്മൻ എത്തിയിരിക്കുകയാണ്. അച്ഛൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് അച്ഛനോട് മാപ്പ് ചോദിച്ച് ഹിരണ്യൻ പിന്നെ മറ്റൊന്നും തിരിച്ചു പറഞ്ഞില്ല. അച്ഛൻ്റെ അനുഗ്രഹവും വാങ്ങിച്ചിട്ട് യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു. വീരബാഹുവുമായിട്ട് ഘോരമായ യുദ്ധം എന്ന് വെച്ചാൽ അതിഭയങ്കരമായ യുദ്ധം. ഒന്നും ചെയ്തിട്ടും വീരബാഹുവിനെ തോൽപ്പിക്കാനാവുന്നില്ല. ബാണങ്ങളെല്ലാം വീരബാഹുവിൻ്റെ ശരീരത്തിൽ തട്ടി മുനയൊടിഞ്ഞ് നിഷ്ഫലമായി പോകുന്നത് കണ്ടപ്പോഴത്തേക്ക് ഹിരണ്യന് മനസ്സിലായി തൻ്റെ മരണം സുനിശ്ചിതമാണ്. തൻ്റെ മാത്രമല്ല, തൻ്റെ പിതാവിൻ്റെ മരണവും സുനിശ്ചിതമാണ്. അപ്പോൾ എല്ലാ മക്കളും മരിച്ചു കഴിഞ്ഞാൽ പിതൃകർമ്മം ചെയ്യാൻ മറ്റാരുമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഒരു മായാപ്രയോഗത്തിലൂടെ ഈ ഹിരണ്യൻ ഒരു മത്സ്യരൂപം സ്വീകരിച്ചിട്ട് സമുദ്രത്തിലേക്ക് ഓടി ഒളിച്ചു. അപ്പം ഹിരണ്യന്റെ ഈ പ്രവൃത്തി ശൂരപത്മന് ഒരുപാട് അപമാനം ഉണ്ടാക്കി. ശൂരപത്മൻ തല താഴ്ത്തി സിംഹാസനത്തിലിരുന്നു. അപ്പൊ പിതാവിന്റെ ഈ ദുഃഖം കണ്ടിട്ട് മറ്റൊരു പുത്രനായ അഗ്നിമുഖൻ ഓടിയെത്തി. അഗ്നിമുഖൻ സൈന്യത്തോടു കൂടി യുദ്ധത്തിലേക്ക് പോയി.
ഘോരമായ യുദ്ധമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുക എല്ലാം. അവസാനം വീരബാഹു അസുരന്റെ നേർക്ക് പാഞ്ഞെടുത്ത് അത്യുഗ്രമായ ബാണപ്രയോഗങ്ങൾ നടത്തി അസുരന്റെ രഥം സാരഥി എല്ലാം തകർത്ത് അവസാനം വീരബാഹുവിന്റെ അസ്ത്രമേറ്റ് അഗ്നിമുഖം നിലംപതിക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് തൻ്റെ ഉപാസനമൂർത്തിയായ ഭദ്രകാളിയെ ധ്യാനിച്ചു. അപ്പോൾ ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ട് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് വീരബാഹുവിനെ വധിക്കണം എന്നാണ് പറയണത്. അങ്ങനെ ഘോര രൂപം പൂണ്ട ഉഗ്രമായ അട്ടഹാസത്തോടു കൂടി കാളി പടക്കളത്തിലേക്ക് പാഞ്ഞെടുത്ത് വീരബാഹുവിന് നേരെ ശൂലമെടുത്തെറി. വീരബാഹു അതിനെ തൻ്റെ 14 ബാണങ്ങൾ അയച്ച് തവിട് പൊടിയാക്കി. ഭദ്രകാളി കോപിഷ്ഠയായി ഒരു ഖഡ്ഗമെടുത്ത് വീരബാഹുവിന്റെ തല അറുക്കാൻ ഓടിയെടുത്തു. സ്ത്രീയെ വധിക്കുന്നത് ഉത്തമമല്ലെന്ന് കരുതി വീരബാഹു കാളിയുടെ കൈകൾ ഒരു കൈ കൊണ്ട് കൂട്ടിപ്പിടിച്ചിട്ട് മറു കൈ കൊണ്ട് പ്രഹരിച്ചു. കാളി രക്തം ഛർദ്ദിച്ച് തറയിൽ വീണു. അതിനുശേഷം ദേവി എഴുന്നേറ്റ് യുദ്ധത്തിൽ വീരബാഹുവിനെ അനുഗ്രഹിച്ച് തോറ്റവളെ പോലെ അവിടെ നിന്ന് മടങ്ങി. കാളി തോറ്റോടിയത് അറിഞ്ഞിട്ട് കോപം അടക്കാൻ കഴിയാതെ അസുരൻ ശത്രുവിനെ നിഗ്രഹിക്കാനായിട്ട് ശപഥം ചെയ്ത് വീരബാഹുവിനോട് വീണ്ടും ഏറ്റുമുട്ടി. എന്നിട്ട് ബ്രഹ്മാസ്ത്രം അയച്ചു. അത് പാഞ്ഞെടുത്തപ്പോൾ വീരബാഹു മുരുകഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് വീരഭദ്രാസ്ത്രം തൊടുത്തുവിട്ടു. വീരഭദ്രാസ്ത്രം ബ്രഹ്മാസ്ത്രത്തെ ഭക്ഷിച്ചു. അങ്ങനെ അസുരന്റെ ശിരസ് ഭൂമിയിൽ പതിച്ചു. അങ്ങനെ അഗ്നിമുഖനും കാലപുരി പൂകി. അസുരന്റെ മരണവാർത്ത അറിഞ്ഞപ്പോഴത്തേക്ക് ഭൂതസേനകൾ ആനന്ദത്തിൽ ആറാടി. അഗ്നിമുഖനെ കൊന്നിട്ട് വടുവൃക്ഷ സങ്കേതത്തിലെ എത്തിയ വീരബാഹു തൻ്റെ സഹോദരങ്ങൾ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അത് കണ്ടിട്ട് വീരബാഹുവിന് സങ്കടം സഹിക്കാനായില്ല. എങ്ങനെയാണ് മുരുക ഭഗവാന്റെ അനുജന്മാരായ ഈ വീരന്മാർക്ക് മൃത്യു സംഭവിക്കുന്നത് എന്ന് ആശ്ചര്യപ്പെട്ടു. കാരണങ്ങൾ ആരാഞ്ഞുകൊണ്ട് വീരബാഹു ഒരു കത്തെഴുതി യമപുരിയിലേക്ക് ഒരു അസ്ത്രം അയച്ചു. ഈ അസ്ത്രവും ലിഖിതവും കണ്ടപ്പോൾ യമരാജൻ അതുമായിട്ട് നേരെ കൈലാസത്തിലേക്ക് പോയി. കൈലാസത്തിൽ ചെന്നപ്പോൾ ആ വീരന്മാരെല്ലാം കൈലാസത്തിൽ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അവരെയും കൂട്ടി യമരാജാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ വീരബാഹുവിൻ്റെ അടുത്ത് വരണം, അല്ലെങ്കിൽ ഞാനാണ് നിങ്ങളുടെ ജീവൻ അപഹരിച്ചതെന്ന് കരുതിയിട്ട് വീരബാഹു തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് പറയും. അങ്ങനെ ആ വീരന്മാരെ എല്ലാവരും കൂട്ടി യമരാജാവ് വീരബാഹുവിൻ്റെ അടുത്ത് പോയി. അപ്പം ഇവിടെ ഉറക്കത്തിൽ എണീക്കുന്നത് പോലെ വീരന്മാരെല്ലാവരും കണ്ണ് തിരുമ്മി എഴുന്നേറ്റ് വീരബാഹുവിനെ വണങ്ങി. താൻ തെറ്റുകാരനല്ലെന്നും യമരാജാവ് വീരബാഹുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് മാപ്പ് ചോദിച്ചു. വീരബാഹു സന്തോഷപൂർവ്വം യമരാജനെ യാത്രയാക്കുകയും ചെയ്യും. അപ്പോൾ ഈ വീരന്മാരെല്ലാം തിരിച്ചു വരികയും അഗ്നിമുഖൻ മരിക്കുകയും ചെയ്ത വാർത്ത കേട്ടിട്ട് ശൂരപത്മനങ്ങ് വിഷമമായി. ശൂരപത്മന്റെ ഈ വിഷമം കണ്ടിട്ട് ഭാനുഗോപനും മറ്റു 3000 മക്കളും പിതാവിനെ ആശ്വസിപ്പിച്ചു. ഞങ്ങള് മുരുകനെ പിടിച്ചു കെട്ടി ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് അവര് ശപഥം ചെയ്തു. ശൂരപുത്രരും അസുര സൈന്യം വരുന്നത് കണ്ടിട്ട് ഭൂതസേന ആദ്യം ഒന്ന് ഭയപ്പെട്ടുവെങ്കിലും വീരബാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് അവർ സധൈര്യം മുന്നോട്ട് നീങ്ങി. 2 പക്ഷത്തും അനേകം പേർക്ക് അംഗഭംഗങ്ങളും ജീവഹാനിയും ഒക്കെ സംഭവിക്കുന്നുണ്ട്. ശൂരപത്മന്മാർ കൂട്ടത്തോടെ 3000 ആഗ്നേയാസ്ത്രങ്ങൾ അയക്കുമ്പോൾ വീരബാഹു അത്രയും തന്നെ വരുണാസ്ത്രങ്ങൾ അയച്ച് അവയെ നിഷ്ഫലമാക്കി. ഭൂതസേനാ നായകൻ വിജയൻ ഭഗവാന്റെ അനുഗ്രഹത്താല് ഈ ശൂരപത്മന്റെ 3000 മക്കളുടെ തല അറുക്കുന്നുണ്ടെങ്കിലും ഒരു ഫലം ഉണ്ടായില്ല. മുറിച്ച തലകളെല്ലാം വീണ്ടും മുളച്ചു വരുന്നു. കൈകൾ മുറിച്ചു നീക്കിയപ്പോൾ അതും വളർന്നു വരുന്നു. വിജയൻ മുരുകനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ എന്താണ് ഒരു വഴി? അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇവര് ബ്രഹ്മാവിന്റെ ഒരു വരം നേടിയിട്ടുണ്ട്. അതായത് 3000 പേരുടെ ശിരസും ഒരേ സമയം ഛേദിച്ചാൽ മാത്രമേ ഇവർക്ക് മരണം സംഭവിക്കൂ. അതത്ര എളുപ്പമല്ലെന്നും മുരുക ഭഗവാൻ അറിയിച്ചു. ഭഗവാൻ വിജയന് ഭൈരവാസ്ത്രം നൽകി അനുഗ്രഹിച്ചു. ഈ അസ്ത്രത്തിന് മാത്രമേ ഈ 3000 പേരുടെ തലയും ഒരുമിച്ച് ഛേദിക്കാനുള്ള അത്ഭുത കൃത്യം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ വിജയൻ ദിവ്യാസ്ത്രമെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രയോഗിച്ചു. 3000 ശൂരപുത്രരുടെ തലകളും ഛേദിക്കപ്പെട്ടു.
അങ്ങനെ ആ കബന്ധങ്ങളെല്ലാം കുന്നുകൂടി സകല ഭൂതഗണങ്ങളും ആഹ്ലാരാരവങ്ങളും മുഴക്കി. അങ്ങനെ ശൂരപത്മാസുരന്റെ 3000 മക്കളും ഒരുമിച്ച് മരിച്ച ആ വാർത്ത കേട്ട് ശൂരപത്മൻ ഞെട്ടിപ്പോയി. ഒരിക്കലും മരണം ഉണ്ടാകില്ല എന്ന് കരുതി നേടിയ ഒരു ദിവ്യ വരമാണ്. എന്നിട്ടും അതും ഫലമില്ലാതെ പോയല്ലോ. ദൗർഭാഗ്യമെന്നല്ലാതെ എന്ത് പറയാനാണ്? ശൂരപത്മനെ ആശ്വസിപ്പിക്കാൻ മന്ത്രിമാർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ശൂരപത്മന്റെ മന്ത്രി മുഖ്യനായ ധർമ്മകോപൻ വീരബാഹുവുമായിട്ട് ഏറ്റുമുട്ടി. അങ്ങനെ ഒരുപാട് മുഷ്ടിപ്രയോഗവും ഗദപ്രയോഗത്തിനും ഒടുവിൽ വീരബാഹു ആ ഗദ കൊണ്ട് ആ ധർമ്മകോപനെ അടിച്ചു കൊന്നു. ഇതും കൂടെ അറിഞ്ഞപ്പോൾ ശൂരപത്മന് വളരെ വിഷമമായി. അപ്പോൾ ഭാനുകോപൻ ഇതെല്ലാം അറിഞ്ഞിട്ട് അച്ഛനോട് വന്ന് പറയുകയാണ്, യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാരാഗൃഹത്തിൽ അടച്ചിരിക്കുന്ന ദേവന്മാരെ വിമുക്തമാക്കിയാൽ മുരുകന്റെ പാതാരവിന്ദത്തിൽ ശരണം പ്രാപിച്ചാൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ബാലൻ സ്കന്ദനാണെന്നും ശിവസുതനാണെന്നും ദേവന്മാരുടെ ഈ വിജയത്തിന് കാരണം മുരുകന്റെ അനുഗ്രഹമാണെന്നും ബോധ്യപ്പെടുത്താൻ ഒരുപാട് ശ്രമിച്ചു. പുത്രന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ശൂരപത്മന് ദേഷ്യം സഹിക്കാൻ കഴിയില്ല. ഇത്ര ഭീരുവാണോ എൻ്റെ പുത്രൻ? നീ എൻ്റെ പുത്രൻ തന്നെയാണോ? അങ്ങനെ ഒരുപാട് ശകാരിക്കും. അപ്പൊ തൻ്റെ വാക്കുകള് അച്ഛൻ്റെ ചെവിയിൽ ഒട്ടും പ്രയോജനപ്പെട്ടില്ല എന്ന് മനസ്സിലാവുമ്പോഴത്തേക്ക് പുത്രധർമ്മം അനുഷ്ഠിക്കാമെന്ന് കരുതിയിട്ട്, അതായത് വരാനുള്ളതൊന്നും വഴി തങ്ങില്ല, അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിച്ച് തന്നെ തീരണം, അതുകൊണ്ട് ഇനി പുത്രകടമ നിർവഹിക്കുക തന്നെ വഴിയെന്ന് ഭാനുകോപനും തീരുമാനിക്കും. അങ്ങനെ ഭാനുകോപൻ യുദ്ധസന്നദ്ധനായിട്ട് യുദ്ധക്കളത്തിലേക്ക് പോകും. ഭാനുകോപനും വീരബാഹുവും തമ്മിൽ ഏറ്റുമുട്ടി പരസ്പരം ശരമാരി ചൊറിഞ്ഞു. അസുരൻ നാരായണാസ്ത്രം അയക്കുമ്പോൾ വീരബാഹു നാരായണാസ്ത്രമൊക്കെ, പാശുപതാസ്ത്രം അയക്കുമ്പോൾ പാശുപതാസ്ത്രം അയക്കും. അപ്പോൾ ഒരു നിൽക്കക്കള്ളി ഇല്ലെന്ന് കാണുമ്പോൾ ഭാനുകോപൻ എന്ത് ചെയ്യും? മായാപ്രയോഗം തുടങ്ങും. അതായത് മായായുദ്ധം ആരംഭിച്ചു. അസുരനെ ആർക്കും കാണാൻ സാധിക്കില്ല. അസ്ത്രങ്ങൾ തുരുതുരെ പതിച്ചുകൊണ്ടിരിക്കും. വീരബാഹുവിന്റെ ശരീരത്തിൽ അസ്ത്രങ്ങൾ തറച്ച് രക്തം വാർന്നൊലിച്ച് മായാ അസ്ത്രങ്ങളേറ്റ് ദേവസൈന്യവും ഓട്ടം തുടങ്ങി. അപ്പോ മുരുകനെ പ്രാർത്ഥിച്ചിട്ട് വീരബാഹു വിജ്ഞാന അസ്ത്രം തൊടുത്തു വിട്ടു. ആ ദിവ്യാസ്ത്രത്തിന്റെ മാഹാത്മ്യത്തില് അസുരൻ ആകാശത്തിൽ തെളിഞ്ഞു. ഇതിന്റെ ആന്തരിക അർത്ഥം എന്ന് വെച്ചാല് നമ്മൾ മായയിൽപ്പെട്ട് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ശരിയായ അറിവ് നമ്മൾക്കൊരു പ്രകാശം നൽകും, അല്ലെ? എല്ലാം തെളിഞ്ഞു കാണാൻ തുടങ്ങും. എല്ലാം നമ്മൾക്ക് ഒന്നും വ്യക്തമാകുന്നില്ല, എന്താ ചെയ്യേണ്ടത് എന്താണെന്നറിയില്ല എന്നറിയുമ്പോഴത്തേക്ക് ആ വിജ്ഞാന അസ്ത്രം, ആ ഓരോ അസ്ത്രത്തിന്റെ പേരുകൾക്കും അതിനൊരു പ്രാധാന്യമുണ്ട്. മായ അസ്ത്രം എന്ന് വെച്ചാൽ നമ്മൾ മായയിൽ പെട്ട് കിടക്കുകയാണ്. ആ സമയത്ത് ശരിയായ അറിവ് വിജ്ഞാന അസ്ത്രം നമ്മൾക്ക് ആ ഒരു കൺഫ്യൂഷൻസ് എല്ലാം മാറ്റി വ്യക്തമായ ഒരു ചിത്രം നൽകും. അപ്പോൾ ഈ വിജ്ഞാനാസ്ത്രം അയച്ചപ്പോഴത്തേക്ക് അസുരനെ കാണാൻ കഴിഞ്ഞു. വീരബാഹു മേൽപോട്ടുയർന്ന് രണ്ടുപേരും കൂടെ ആകാശത്ത് വെച്ച് ഉഗ്രമായ യുദ്ധം നടന്നു. പരസ്പരം ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. അതിൽ ഫലം കാണാത്തതുകൊണ്ട് ഒരു കഠാര എടുത്തുകൊണ്ട് വന്ന് കുത്താനായിട്ട് വീരബാഹു ഭാനുകോപനെ കുത്താനായി വന്നു. അപ്പൊ ഭാനുകോപനും കഠാരയായിട്ട് വീരബാഹുവിനെ ആക്രമിക്കാൻ വന്നു. കഠാര കൊണ്ടുള്ള യുദ്ധം സർവരെയും വിസ്മയപ്പെടുത്തി. വീരബാഹു അസുരന്റെ ചുമലിൽ ആഞ്ഞു വെട്ടി. കൈകളറ്റ് അസുരൻ ഭൂമിയിൽ പതിച്ചു. രൗദ്രമൂർത്തിയെ പോലെ വീരബാഹു ഭാനുകോപന്റെ ശിരസും മുറിച്ചെടുത്ത്. അങ്ങനെ ഭാനുകോപനെ വീരബാഹു വധിച്ചു. അപ്പോ ദേവസൈന്യം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഭൂതഗണസേന ജയാരവവും മുഴക്കി. വീരബാഹു താഴേക്കിറങ്ങി വന്ന് സേനയോടും എല്ലാ വീരന്മാരോടും കൂടി മുരുകനെ കണ്ട് യുദ്ധവൃത്താന്തം അറിയിക്കാനായിട്ട് ധൃതിയില് ഹേമകൂടത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചു. സന്തുഷ്ടനായ മുരുകൻ വീരബാഹുവിനെ അടുത്ത് പിടിച്ചിരുത്തി വാത്സല്യപൂർവ്വം അനുഗ്രഹിച്ചിട്ട് ആവശ്യമുള്ള വരം ചോദിച്ചു കൊള്ളുവാൻ പറഞ്ഞു. പക്ഷെ ഒരു സ്ഥാനമാനങ്ങളും തനിക്ക് ആവശ്യമില്ലെന്നും അവിടുത്തെ പാദകമലങ്ങളെ വണങ്ങുവാനുള്ള ഭക്തി തൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാകാൻ അനുഗ്രഹിക്കണമെന്നും വീരബാഹു അപേക്ഷിച്ചു. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് മുരുക ഭഗവാനും അനുഗ്രഹിച്ചു.
യഥാർത്ഥ ഭക്തി, അതായത് ശരിയായ ഭക്തൻ എപ്പോഴും ഭഗവാനോടൊപ്പം ഇരിക്കാനാണ് താല്പര്യം, അല്ലെ? സ്ഥാനമാനങ്ങൾക്കൊന്നും അവർക്ക് ഒരു മോഹം ഉണ്ടാവില്ല. അവർക്ക് എന്നും ഭഗവാന്റെ പാദസേവ ചെയ്യുന്നതിലാണ് അവർക്ക് സന്തോഷവും സംതൃപ്തിയും. അപ്പൊ ഭക്തന്മാര് ഭഗവാൻ കൂടെയുണ്ട്, ഭഗവാന്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് മറ്റൊന്നും ആവശ്യമില്ല, മറ്റൊന്നിനോടും നമ്മൾക്ക് ആസക്തി ഒരിക്കലും തോന്നില്ല. ഭാനുഗോപന്റെ മരണം ശൂരപത്മനെ വല്ലാതെ തളർത്തി. തൻ്റെ അതിശക്തനായ പുത്രനും മരിച്ചിരിക്കുന്നു. എങ്ങനെ ഞാൻ ഈ ദുഃഖം സഹിക്കും? ഭാനുഗോപന്റെ ഭാര്യനെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നും അറിയില്ല. ദൂതന്മാരെ അയച്ച് ചക്രവർത്തി തൻ്റെ അനുജനായ സിംഹമുഖനെ വരുത്തി. നേരത്തെ സിംഹമുഖൻ ശൂരപത്മനെ യുദ്ധം ഒഴിവാക്കാൻ ഉപദേശിച്ചപ്പോൾ തീരെ ചെവിക്കൊണ്ടില്ല. എങ്കിലും തൻ്റെ ജ്യേഷ്ഠനോട് തനിക്കുള്ള കടമ നിർവഹിക്കാനായിട്ട് സിംഹമുഖൻ ജ്യേഷ്ഠന്റെ അനുഗ്രഹവും വാങ്ങി യുദ്ധമുഖത്തേക്ക് തിരിച്ചു. സിംഹമുഖൻ അതിശക്തനാണ്. 1000 തലകളും 2000 കൈകളും 1000 യോജന വിസ്താരമുള്ള വക്ഷസ്സവും കൂടിയ ബലിഷ്ഠനായ ഒരു വ്യക്തിയാണ്. ശിവൻ നൽകിയ ദിവ്യമായ ശൂലമാണ് അവന്റെ പ്രത്യേകത. അപ്പം പോകുന്ന വഴിക്ക് ഒരുപാട് ദുർനിമിത്തങ്ങൾ കണ്ടെങ്കിലും അതെല്ലാം സിംഹമുഖൻ അവഗണിച്ചു. ദേവപക്ഷത്താകട്ടെ വീരബാഹു 108 വീരന്മാരും ഭൂത സൈന്യവുമായിട്ട് പടക്കളത്തിലെത്തി. വീരബാഹു സിംഹമുഖന്റെ 6 പുത്രന്മാരെ നിഗ്രഹിച്ചതിനു ശേഷം സിംഹമുഖന് നേരെ പാഞ്ഞെടുത്തു. 2 പേരും പരസ്പരം അസ്ത്രശസ്ത്രം ചൊരിഞ്ഞ് വീരബാഹു മുരുകനെ ധ്യാനിച്ച് സിംഹമുഖൻ അയച്ച ശൂലത്തെ തൻ്റെ കയ്യിലുള്ള കത്തി കൊണ്ട് ചെറിയ തുണ്ടുകളാക്കി മുറിച്ചു. 2 പേരും പരസ്പരം പാശുപതാസ്ത്രം അയച്ചു. പക്ഷെ അവസാനം അയച്ചവരുടെ ആവനാഴിയിലേക്ക് തന്നെ ദിവ്യാസ്ത്രങ്ങൾ മടങ്ങിപ്പോയി. അപ്പോഴേക്കും അസുരന്മാർ മായാവികളാണ്. അവരെന്ത് ചെയ്തു? അസുരൻ മായാപാശം പ്രയോഗിച്ചു. പാശത്താല് സർവ സൈന്യത്തിനെയും ബന്ധിച്ച് ഉദയഗിരിയിലേക്ക് കൊണ്ടുപോയി. വീരബാഹുവും മുഴുവൻ ഭൂത സൈന്യവും പാശത്തിനുള്ളിൽ കിടന്ന് ഞെരുങ്ങി. ഇവരെല്ലാം ഉദയഗിരിയിലേക്ക് കൊണ്ടുപോയപ്പോഴത്തേക്ക് യുദ്ധകളം ശൂന്യമായി. അസുര സൈന്യം ജയാരവം മുഴക്കി. അപ്പം ഇനി വേണ്ടത് എവിടെ? എവിടെയാ ബാലൻ? എവിടെ? മുരുകൻ എവിടെ? മുരുകന് വേണ്ടി അന്വേഷിച്ച് അവര് ഹേമകൂടത്തിലേക്ക് പുറപ്പെട്ടു. ഈ വിവരം അറിഞ്ഞ മുരുക ഭഗവാൻ വായുദേവന്റെ രഥത്തിൽ കയറി യുദ്ധത്തിനൊരുങ്ങി വീരന്മാരോടൊപ്പം സൈന്യസമേതം യുദ്ധഭൂമിയിലേക്ക് എത്തിച്ചേർന്നു. ഭൂതസൈന്യവും അസുരസേനകളും തമ്മിൽ ഘോര യുദ്ധം തുടങ്ങി. മുരുക ഭഗവാൻ ദിവ്യാസ്ത്രം അയച്ച് ഉദയഗിരിയിൽ ബന്ധനത്തിൽ ഇരിക്കുന്നവരെയൊക്കെ മോചിപ്പിച്ചു. എന്നിട്ട് പുഷ്പക വിമാനത്തിൽ അവരെല്ലാം മുരുക ഭഗവാന്റെ സന്നിധിയിലെത്തി. ഇത് കണ്ടിട്ട് സിംഹമുഖന് ദേഷ്യം വന്നു. അപ്പൊ 1000 കൈകളിലും വില്ലുകൾ ധരിച്ച് ഭഗവാന് നേരെ അസ്ത്രം വർഷിച്ചു. അങ്ങനെ മുരുക ഭഗവാന്റെ സാരഥിക്കൊക്കെ മുറിവേറ്റു. മുരുക ഭഗവാൻ ഒരു അസ്ത്രം കൊണ്ട് തന്നെ ഈ 1000 വില്ലുകളെയും എയ്തു മുറിച്ചു. 1000 വില്ലുകളും ഈ അസുരന്റെ കൈയും എയ്തു മുറിച്ചു. പക്ഷെ മുറിച്ചു കളഞ്ഞ കൈകൾ വീണ്ടും വീണ്ടും മുളച്ചു വരുന്നു. അപ്പോൾ ഭഗവാന് മനസ്സിലായി ഈ അസുരന് മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് വീരയാഗം അനുഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ട് മഹാദേവൻ നൽകിയ വരദാനമാണ് നൽകി. പക്ഷെ മുരുക ഭഗവാന്റെ അത്ഭുത സിദ്ധി കൊണ്ട് പിന്നെ തലകൾ മുളച്ചു വരാതെയായി. അവ അകത്തേക്ക് ആമ തല വലിക്കുന്നത് പോലെ ഉള്ളിലേക്ക് വലിഞ്ഞു പോയി. അപ്പൊ ഇപ്പൊ ഒരു തലയും 2 കൈകളും മാത്രം. അപ്പൊ തന്നെ മുരുക ഭഗവാൻ കുലിശം എന്ന ഒരു ദിവ്യ ആയുധം അസുരന് നേരെ പ്രയോഗിച്ചു. അത് നെഞ്ചിൽ ആഞ്ഞു തറച്ചപ്പോൾ അവൻ പിടഞ്ഞ് പിടഞ്ഞ് നിലം പതിച്ചു. അങ്ങനെ സിംഹമുഖനും കാലപുരി പോകി. ഭൂതഗണങ്ങളും സേനാധിപന്മാരും സന്തോഷത്തോടെ ആനന്ദ നൃത്തം ചവിട്ടി. അങ്ങനെ ശൂരപത്മന്റെ സഹോദരനായ സിംഹമുഖനും മരണം വരിച്ചു. സിംഹമുഖന്റെ മരണവാർത്ത കേട്ടിട്ട് ശൂരപത്മൻ ബോധം കെട്ട് നിലം പതിച്ചു. സമനില തെറ്റിയതുപോലെ എന്തൊക്കെയോ പുലമ്പി. പക്ഷെ ഒരു ബാലനെ ഭയന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് ശരിയല്ല, എന്തായാലും യുദ്ധവുമായിട്ട് മുന്നോട്ട് തന്നെ എന്ന് കരുതി. അപ്പോ ശൂരപത്മന്റെ ഭാര്യ വന്ന്
പത്മകോമള വന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനായിട്ട് ശൂരപത്മനെ ഉപദേശിച്ചു. ബാലൻ പരമേശ്വര ശക്തിയാണ് എന്ന് ശൂരപത്മനെ ഓർമ്മിപ്പിച്ചു. പക്ഷെ ശൂരപത്മൻ ഒന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. സൈന്യ സമേതം കോലാഹലവും അട്ടഹാസവും മുഴക്കിക്കൊണ്ട് സർവരെയും ഭയവിഹുലരാക്കിക്കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് കുതിച്ചു. ശൂരപത്മൻ യുദ്ധക്കളത്തിലെത്തിയതറിഞ്ഞ് മുരുക ഭഗവാൻ വായുദേവനെ വിളിച്ച് ദിവ്യരഥം വരുത്തി 1,09,000 വീരന്മാരോടും ഭൂതസേനകളോടും കൂടി ശൂരപത്മന്റെ മുന്നിലേക്ക് മുരുക ഭഗവാൻ പാഞ്ഞെടുത്തു. രണ്ടുപേരും തമ്മിൽ ഘോര യുദ്ധം തുടങ്ങി. മുരുകന്റെ അസ്ത്രങ്ങളേറ്റ് അസുരന്മാർ തുരുതുരെ മരിച്ചു വീണു. ജീവൻ വെടിഞ്ഞവരുടെ എണ്ണം കണക്കാക്കാനേ കഴിയുന്നില്ല. അസംഖ്യം അസുരന്മാര് മരിച്ചു വീണു. അവരുടെ മൃതശരീരം മല പോലെ കുന്നുകൂടി. ഭൂമി ദേവിക്ക് ഭാരം സഹിക്കാൻ വയ്യാതായി. ആദിശേഷൻ പോലും അമ്പരന്നു. രക്തം പുഴ പോലെ ഒഴുകി. ദുർഗന്ധം സർവത്ര വമിച്ചു. അപ്പോൾ മുരുക ഭഗവാന്റെ 18 നേത്രങ്ങളിൽ നിന്ന് കോപാഗ്നി പ്രവഹിച്ചു. ജഡങ്ങളെല്ലാം കത്തി ഭസ്മമായി തീർന്നു. ചാരം മേൽപോട്ട് ഉയർന്നതോടുകൂടി ഭൂമി ശുദ്ധമായി തീർന്നു. പഞ്ചഭൂതങ്ങളില് എല്ലാത്തിനെയും ശുദ്ധമാക്കാനുള്ള കഴിവ് അഗ്നിക്കാണ്. എന്ത് മലിന വസ്തുവിനെയും അഗ്നിക്ക് ശുദ്ധമാക്കി തീർക്കാനായിട്ടുള്ള കഴിവുണ്ട്. ശൂരപത്മൻ ഇത് കണ്ടിട്ട് ദേഷ്യം സഹിക്കാൻ വയ്യാതെ മുരുക ഭഗവാനോട് ധിക്കാര വാക്കുകൾ ചൊരിഞ്ഞു വന്നു. പക്ഷെ ഭഗവാൻ ഒന്നിനും മറുപടി കൊടുക്കാതെ അസ്ത്രങ്ങൾ കൊണ്ട് മറുപടി തുടർന്നു. അസുരന് നേരെ അങ്ങ് ശരമാരി അങ്ങ് ചൊറിഞ്ഞു. ശൂരൻ ഈ അസ്ത്രങ്ങളെ എല്ലാം മുറിച്ചു കളഞ്ഞ് അതിഘോരമായി പ്രത്യാക്രമണവും ചെയ്തു. എന്നിട്ട് വീരബാഹു വന്ന് ശൂരന്റെ വില്ല് മുറിച്ചെങ്കിൽ അസുരൻ വീരബാഹുവിനെ അടിച്ച് വീഴ്ത്തി. കോടിക്കണക്കിന് അസ്ത്രങ്ങൾ മുരുകന് നേരെ തൊടുത്തുവിട്ടു. അതെല്ലാം നിമിഷ നേരത്തിനുള്ളിൽ ഭഗവാൻ ഭസ്മമാക്കി കളഞ്ഞു. വീണ്ടും വീണ്ടും ഇരുപേരും ദിവ്യാസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു. ധ്വജങ്ങളെല്ലാം മുറിച്ചു. മഹാവിഷ്ണു പാഞ്ചജന്യം മുഴക്കി. അഗ്നിദേവൻ മുരുകന്റെ രഥത്തിന്മേൽ കുക്കുട ധ്വജമായി പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ തന്റെ അടിമകളായി കഴിഞ്ഞിരുന്ന ദേവന്മാരെല്ലാം ഇപ്പൊ തന്നെ വകവയ്ക്കാതെ ഭൂതസൈന്യത്തിന്റെ സഹായിക്കുന്നത് കണ്ടിട്ട് ശൂരപത്മന് ദേഷ്യം വന്നു. അവൻ ആകാശത്തേക്ക് ഉയർന്നു മുരുകന് നേരെ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. അപ്പോൾ മുരുകരഥവും മേൽപോട്ടുയർന്നു. രണ്ടുപേരും ആകാശത്തിൽ വെച്ച് ഘോര യുദ്ധം. അസുരന്റെ രഥവും സാരഥിയും കുതിരകളെയെല്ലാം ഭഗവാൻ വധിച്ചു. അതുകൊണ്ടൊന്നും ശൂരപത്മൻ കുലുങ്ങിയില്ല. അവൻ വീരചക്രായുധം ഭഗവാന് നേരെ പ്രയോഗിച്ചു. സ്കന്ദൻ പിതാവിനെ ധ്യാനിച്ചുകൊണ്ട് കൈകൾ നീട്ടി ആ ദിവ്യായുധത്തിനെ പിടിച്ചെടുത്തു. അപ്പോഴേക്കും ശൂരപത്മൻ എന്ത് ചെയ്തു? മായായുദ്ധം ചെയ്യാൻ തുടങ്ങി. മായായുദ്ധത്തിന് പ്രത്യസ്ത്രം എന്ന് പറയുന്ന വിജ്ഞാന അസ്ത്രമാണ്. ഭഗവാൻ വിജ്ഞാന അസ്ത്രം പ്രയോഗിച്ച് മായകളെ എല്ലാം തിരിച്ചറിഞ്ഞ് മുന്നേറി. ഇടയ്ക്ക് വെച്ച് രണ്ടുപേരെയും കാണാതാകുമ്പോഴത്തേക്ക് ഭൂതസൈന്യം വല്ലാണ്ട് ഭയപ്പെടും. അപ്പോൾ മഹാവിഷ്ണു അവരെ സമാധാനിപ്പിക്കും. ശിവസുതൻ പോരാടി വിജയായി തിരിച്ചു വരുമെന്ന് അവർക്ക് ഉറപ്പ് നൽകും. അത് കേൾക്കുമ്പോൾ സൈന്യത്തിനൊരു ആശ്വാസമാകും. അത് കഴിഞ്ഞപ്പോൾ ശൂരപത്മൻ ഒരു ചക്രവാക പക്ഷിയായി ചമഞ്ഞു ഭൂതഗണങ്ങളെ കൊത്തി മുറിവേൽപ്പിച്ചു. ചിറകുകൾ കൊണ്ട് ആഞ്ഞടിച്ച് ദ്രോഹിച്ചു. മുരുക ഭഗവാൻ ഇത് സഹിച്ചില്ല. ഭഗവാൻ മയിലിന്റെ പുറത്ത് കയറി വന്ന് അസുരനെ എതിരിട്ടു. ദേവേന്ദ്രനായിരുന്നു ആ മയിലായിട്ട് മാറിയത്. അസുരൻ സർവശക്തിയും പ്രയോഗിച്ച് യുദ്ധം ചെയ്തു. മുരുകൻ അസുരനെ അസ്ത്രം പ്രയോഗിച്ച് തുരത്തി ഓടിച്ചുകൊണ്ടേയിരുന്നു. ഈ പക്ഷി മുരുക ഭഗവാന്റെ വില്ല് കൊത്തി മുറിക്കാൻ തുനിഞ്ഞപ്പോൾ മുരുകൻ കയ്യിലെ ദിവ്യ ആയുധം കൊണ്ട് പക്ഷിയുടെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചു. 2 കഷ്ണങ്ങളായി പക്ഷി നിലം പതിച്ചു. അസുരൻ പെട്ടെന്ന് ഒരു മഹാസമുദ്രത്തിന്റെ രൂപം പൂണ്ട് മുരുകനെ ഒഴുക്കിക്കളയാൻ തുടങ്ങി. അപ്പോൾ മുരുകൻ മഹാ അഗ്നി രൂപിയായി ആ സമുദ്രത്തെ നിമിഷ നേരം കൊണ്ട് വറ്റിച്ചു കളഞ്ഞു. അസുരൻ ഒരു ഘോരമായ കാറ്റായി മുരുകനോട് ഏറ്റുമുട്ടിയപ്പോൾ ഒരു മഹാസർപ്പമായി മുരുകൻ കാറ്റിനെ ഭക്ഷിച്ചു. അങ്ങനെ അസുരന്റെ മായാപ്രയോഗങ്ങളെല്ലാം മുരുകൻ പരാജയപ്പെടുത്തി. ഒടുവിൽ ശൂരപത്മൻ മുരുകന്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഴിച്ചു നിന്നു.
എന്റെ രൂപം നീയും കണ്ടാലും അസുരേശ്വര എന്ന് പറഞ്ഞ് തന്റെ വിശ്വരൂപം സ്വീകരിച്ചു. പാദം മുതൽ ശിരസ് വരെ നഗ്ന നേത്രങ്ങളാൽ ദർശിക്കാനായി. ഈ ഭഗവാന്റെ സൗന്ദര്യം നവമായിരിക്കുന്നു. ആ സ്വരൂപം എത്ര കണ്ടിട്ടും തൃപ്തി വരുന്നില്ല. വീണ്ടും വീണ്ടും കാണാൻ പ്രീതി ജനിക്കുന്നു. തപോ മഹിമയാലാണ് എനിക്ക് ഭഗവാന്റെ ഈ രൂപം കാണാൻ ഇടയാക്കിയത്. എന്നോട് കൃപയുള്ളത് കൊണ്ടാണ് ഭഗവാൻ ഇവിടെ യുദ്ധത്തിന് വന്നത്. ഈ ദേവന്മാരെ എല്ലാം കാരാഗ്രഹത്തിൽ അടച്ചതുകൊണ്ടാണ് ഭഗവാൻ എന്നോട് യുദ്ധം ചെയ്യാൻ വന്നത്. ഈ ഭഗവാനോട് നമ്മൾ ശരണാഗതി പ്രാപിച്ചിരുന്നെങ്കിൽ ഭഗവാന്റെ ഈ വിശ്വരൂപ ദർശനം കാണാൻ തനിക്ക് സാധ്യമല്ലാകുമായിരുന്നു അല്ലെ. യുദ്ധം ചെയ്തത് കൊണ്ടാണ് ഈ വിശ്വരൂപം ദർശിക്കാൻ തനിക്ക് കഴിഞ്ഞത് എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ സുബ്രഹ്മണ്യൻ വിശ്വരൂപ ഗാത്രവും മാറ്റി അവന്റെ ജ്ഞാനവും അപഹരിച്ച് തന്റെ സ്വരൂപം പൂർവ്വരൂപത്തിലാക്കി ചുരുക്കി. വിശ്വരൂപം ദർശിച്ചുവെങ്കിലും അസുരൻ വീണ്ടും മായാമോഹിതനായി ഭവിച്ച് മുരുകനോട് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. മറ്റൊരു ഭീകര രൂപം ധരിച്ചു. മുരുകനെയും ദേവന്മാരെയും ഭക്ഷിക്കാൻ തീരുമാനിച്ച് അവൻ ആകാശത്തേക്ക് ഉയർന്നു. മുരുകൻ ശക്തിവേലായുധമെടുത്ത് പ്രയോഗിച്ചു. അസുരൻ ഒരു വലിയ മാവായി, അതായത് ഈ ഭൂലോകം മുഴുവൻ നിറയുന്ന രീതിയിൽ അതിൻ്റെ ശാഖകൾ കാരണം ഭൂമിക്ക് കുലുക്കം സംഭവിക്കുന്നുണ്ട്, അണ്ടങ്ങളെല്ലാം മറിയുന്നുണ്ട്. അപ്പം അത്രയ്ക്ക് വലിയൊരു മാവായി രൂപം കൊണ്ട്. അപ്പൊ ആ ദിവ്യായുധം ആ വൃക്ഷത്തെ രണ്ടാക്കി പിളർത്തി. അസുരൻ ഉടനെ ഒരു ഖഡ്ഗമെടുത്തു. ശക്തിവേലായുധം അസുരന്റെ നെഞ്ച് തുളച്ചു പോയി. ഒരു ദിവ്യ പ്രകാശം പരന്നു. ഒടുവിൽ ആ പ്രകാശം ഭഗവാന്റെ ശരീരത്തിൽ വന്നണഞ്ഞു. 2 കഷ്ണങ്ങളായി പിറന്ന അസുരന്റെ ഒരു ഭാഗം മയിലായും മറ്റൊരു ഭാഗം കോഴിയായും രൂപം പ്രാപിച്ച് മുരുകനോട് ഏറ്റുമുട്ടാൻ കുതിച്ചു. കോഴിയോട് ഭഗവാൻ രഥത്തിൽ ധ്വജരൂപത്തിൽ കുടികൊള്ളുവാൻ ആജ്ഞാപിച്ചു. കോഴി കൽപ്പന ശിരസാ വഹിച്ച് ഉച്ചത്തിൽ കൂകി വിളിച്ച് ഭഗവാനെ വന്ദിച്ചു. മുരുകൻ മയിലിന്റെ പുറത്ത് കയറി സർവത്ര സഞ്ചരിച്ച് സർവരെയും അനുഗ്രഹിച്ചു. അങ്ങനെ ഈ ലോകം മുഴുവൻ അടക്കി വാഴ്ന്നിരുന്ന ശൂര പത്മാസുരനെ ശിവപുത്രനായ മുരുക ഭഗവാൻ നിഗ്രഹിച്ചിരിക്കുന്നു. ഇതറിഞ്ഞ അസുരപത്നിമാരെല്ലാം ജീവത്യാഗം ചെയ്തു. ഹിരണ്യൻ, നേരത്തെ ഇതെടുത്ത് സമുദ്രത്തിൽ ഒളിച്ചിരുന്ന ഹിരണ്യൻ, അതായത് ശൂരപത്മന്റെ പുത്രനായ ഹിരണ്യൻ ശുക്രാചാര്യരുടെ നിർദ്ദേശപ്രകാരം മാതാപിതാക്കൾക്കും മറ്റു ബന്ധുക്കൾക്കുമെല്ലാം മരണാനന്തര കർമ്മങ്ങളെല്ലാം ചെയ്ത് പരമശിവനെ ഭജിച്ച് ശിഷ്ടകാലം ചെലവഴിക്കാൻ തീരുമാനിച്ചു. മുരുക ഭഗവാൻ കാരാഗ്രഹത്തിലുണ്ടായിരുന്ന എല്ലാ ദേവന്മാരെയും മോചിപ്പിക്കാനായി വീരബാഹുവിനെ അയച്ചു. ദേവന്മാരെല്ലാവരും മുരുകനെ സ്തുതിച്ചു. മുരുകന്റെ കൽപ്പന പ്രകാരം സമുദ്രരാജൻ അസുരന്മാരുടെ പട്ടണമായ മഹേന്ദ്രപുരി വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു. അതിനുശേഷം മുരുക ഭഗവാൻ മയിൽപ്പുറത്ത് കയറി വീരബാഹു, നവവീരന്മാർ, സേനാധിപന്മാർ എന്നിവരോടുകൂടി തിരുച്ചെന്തൂരിലെത്തി സ്വർണ സിംഹാസനത്തിൽ ആസനസ്ഥനായി സുസ്മേരവദനായി സർവരെയും അനുഗ്രഹിച്ചു. അങ്ങനെ ശൂര പത്മാസുരനെ വധിക്കുക എന്ന ഭഗവാന്റെ ജന്മ ഉദ്ദേശം സാധ്യമായി, അല്ലെങ്കിൽ അത് ഭഗവാൻ ആ ജന്മ ഉദ്ദേശം പൂർത്തീകരിച്ചു. പിറ്റേന്ന് ഭഗവാൻ പരമശിവനെ പൂജിച്ച് അനുഗ്രഹം വാങ്ങി അവിടെ നിന്ന് തിരുപ്പുറംകുണ്ട്രം എന്ന സ്ഥലത്തേക്ക് യാത്രയായി. ആ മലയില് ഭഗവാനോട് വിശ്രമിക്കണമെന്ന് ശാപമുക്തരായ മുനീശ്വരന്മാരും ബ്രഹ്മാദികളും എല്ലാം ഭഗവാനോട് ആ മലയില് വിശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവിടെ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് വിശ്വകർമാവ് ഭഗവാൻ ഒരു നഗരം തന്നെ നിർമ്മിച്ചു കൊടുത്തു. അവിടെ വെച്ചിട്ടാണ് മുരുക ഭഗവാൻ ദേവസേനയെ വിവാഹം കഴിക്കുന്നത്. ദേവസേന മുരുക വിവാഹം അടുത്ത വീഡിയോയിൽ പറയാം. ഹരഹരോ ഹരഹര.